വചനമൊഴി നവംബർ 11. വചനഭാഗം 1 കൊരിന്തോസ് 4:1-5, യോഹന്നാന്റെ സുവിശേഷം 6:47-53. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാനാകുന്നു ജീവന്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ ശരീരം നൽകാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ നാം സുവിശേഷത്തിൽ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി ഈശോയെ സമീപിക്കുന്നതായിരുന്നു. ഈശോ പറഞ്ഞു, കടമകൾക്കും അപ്പുറം, നിയമങ്ങൾ പാലിക്കുന്നതിനും അപ്പുറം നന്മ ചെയ്യുന്നവരായി മാറാൻ. ഇന്ന് ഈശോ നിത്യജീവൻ പ്രാപിക്കാനുള്ളതിന്റെ മറ്റ് 2 മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിശ്വസിക്കുക. ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈശോ മിശിഹായിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകൾക്ക് നൽകുന്ന പ്രത്യുത്തരമാണ് നമ്മുടെ വിശ്വാസം. ഈശോയോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്രകാരം ഈശോയോട് പ്രത്യുത്തരിച്ച് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് ഈശോ പറയുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാകേണ്ടതാണ്. ഈശോ മിശിഹായുടെ പ്രബോധനങ്ങൾ പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നാം വരുന്നത്. രണ്ടാമത് ഈശോ പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കുമെന്നാണ്. മിശിഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക്, ഔദാസികമായ ജീവിതം നയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നാണ് ഈശോ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് തിരുവചനം നിത്യജീവനിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ഈശോയിലൂടെയുള്ള ദൈവിക വെളിപാടിനോട് പ്രത്യുത്തരിച്ച് ജീവിക്കുവാനും ഔദാസികമായ ജീവിതം നയിച്ച് വിശുദ്ധിയിൽ വളരുവാനും അപ്രകാരം നിത്യജീവൻ പ്രാപിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. തിരുവചനം അനുസരിച്ച് ജീവിച്ച് നിത്യതയിലേക്കുള്ള പ്രയാണം തുടരുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.